എന്നിട്ട് കേസ് വേണം സുജിത് ദാസിന്. അതിനെന്താ പണി? നിരപരാധികളായ ആളുകളെ ചെറുപ്പക്കാരെ കൊടുക്കുക. 1 ഗ്രാം 2 ഗ്രാം നിയമത്തിന് വിധേയമായി 1-1.5 കൊല്ലമോ ശിക്ഷ കിട്ടുന്നതിൽ കൊടുക്കുക. അങ്ങനെ സർക്കാരിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സുജിത് ദാസ് IPS ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചവൻ, ഏറ്റവും കൂടുതൽ MDMA കേസ് പിടിച്ചവൻ, രാഷ്ട്രപതിയുടെ അവാർഡല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കൊടുക്കേണ്ടവൻ അവന് എന്നാണ് എന്റെ അഭിപ്രായം. അത്ര ബുദ്ധിയാ. അപ്പൊ അവിടെയാണ് വിഷയം. ഇതെല്ലാം നടക്കുന്നത് ഈ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. ഇന്നെന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? എന്റെ കയ്യിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് എന്താണ് ഹെഡ്ലൈൻ? CPIM has always stridently opposed RSS and Hindutva forces in Kerala. അദ്ദേഹം പറയാണ് CPM ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളത്. ഞാനത് പറയാനല്ല, അതിലൊരു വാസ്തവമുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത്? അവിടെയാണ് പ്രശ്നം. ഇതിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം. ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. എന്താ മാതൃഭൂമി മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത്? ചോദ്യമുണ്ടാകും. ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ ഡൽഹിയിലേക്ക്. സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ? ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് 150ഓളം സ്വർണ്ണ കേസുകൾ പിടിച്ചു. എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത്? ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ? മലപ്പുറം ജില്ലയിൽ. ആ എയർപോർട്ടിന്റെ മുറ്റത്തിട്ട് പിടിച്ചാൽ ഈ കേസ് എവിടെയാണ് FIR ഇടുക? മലപ്പുറം ജില്ലയിൽ. അപ്പൊ ഈ നാടാകെ പോകേണ്ട സ്വർണം കരിപ്പൂരിലിറങ്ങി തമിഴ്നാട്ടിലും കർണാടകയിലേക്കും ഒക്കെ പോകാമല്ലോ, മറ്റു ജില്ലകളിലേക്ക് പോകാമല്ലോ, അവിടെയൊക്കെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ടാകാമല്ലോ. പക്ഷേ പിടിക്കുന്ന എവിടെയാണ്? അപ്പൊ അദ്ദേഹം എന്താ പറയേണ്ടത്? ആ പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം. ആ ജില്ലക്കാരനാണ് ഇതിൽ പ്രതി. ഇതാർക്കാ അറിയാത്തത്? എന്താ അദ്ദേഹം ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ. ഞാൻ സമുദായം പറയാൻ വന്നതല്ല ഇവിടെ. പക്ഷെ ഈ പോക്കുണ്ടല്ലോ, വളരെ അപകടകരമായ പോക്കാ. ഇത് ശരിയായ രീതിയിലുള്ള പോക്കല്ല. ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആഷിർ എന്ന കുട്ടിയുടെ കാര്യം ഞാൻ ഇവിടെ വായിച്ചു. മാമിയുടെ കഥ നിങ്ങളുടെ മുന്നിൽ. എടവണ്ണ എന്റെ വീടിന് മീറ്റർ അപ്പുറത്താണ് റിദാൻ ബാസിൽ കേസ്. ഈ SI അന്വേഷിക്കുകയാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ 4 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ക്രൈമാണ് റിദാൻ ബാസിൽ കേസിൽ. തുടക്കം മുതലേ ഞാൻ പറഞ്ഞു, ഈ റിദാൻ ബാസിൽ മരണപ്പെട്ടത് കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട ഷാൻ, ആ ഷാനുമായി അവരുടെ കുടുംബങ്ങളുമായി നിരന്തരമായി 2-3 ദിവസം ഞാൻ സംസാരിച്ചു. ഒരുപാട് ക്രോസ് ക്വസ്റ്റ്യൻസ് നടത്തി. ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. മരിച്ച റിദാൻ ബാസിന്റെ കുടുംബവും ഭാര്യയുമായി സംസാരിച്ചു. അവരും വലിയ സംശയത്തിലാണ്. എന്താ സംശയം? ഈ റിദാൻ ബാസിലും മരിച്ച റിദാനും തമ്മിൽ, ഷാനും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഒരു കൊല ചെയ്യത്തക്ക രീതിയിലോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമായില്ല എന്ന് ഈ മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യ
ഭാര്യയും കുടുംബവും പറയാം. കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കുടുംബം തെളിവനുസരിച്ച് ആ രാത്രിയിലെ വൈകുന്നേരം 7 മണി തൊട്ട് പിറ്റേ ദിവസം പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രിയിലെ കാര്യങ്ങൾ ഓരോന്ന് വിവരിക്കുന്നു. ഭർത്താവിനെ കാണാതെ സുഹൃത്തായ ഷാന് ഭാര്യ വിളിക്കുന്നു പലതവണ. അപ്പോ എങ്ങനെ നമ്മൾ കണക്കൂട്ട് നോക്കിയാലും ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പോലീസ് ആകെ ശ്രമിച്ചത് ഈ കുട്ടി മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യ ഹിബയും കൊലയാളി എന്ന് പറയുന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി കാമുകന് ഹിബയെ കിട്ടാൻ ഭർത്താവായ റിദാൻ ബാസിലിനെ കൊന്നു എന്നുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് പോലീസ് ആദ്യം പോകാൻ ശ്രമിച്ചത്. 2 കുടുംബങ്ങളും അതിനെ റെസിസ്റ്റ് ചെയ്തു. ഹിബയുടെ കുടുംബവും റിദാൻ ബാസിലിന്റെ കുടുംബവും ഒരിക്കലും അത് സംഭവമില്ല എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ച ഈ പെൺകുട്ടിയെ 2ാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഭീഷണിപ്പെടുത്തി. 3ാമത്തെ ദിവസം അതിഭീകരമായി ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു, മുടി പിടിച്ചു വലിച്ചു, ഷൂ ഇട്ട് വിരലിന്റെ മകളിൽ കയറിയിരുന്നു, കൂർത്ത പെൻസിൽ കൊണ്ട് ഈ ഭാഗത്തിട്ടടിച്ചു. ഒറ്റ ആവശ്യം, അവിഹിത ബന്ധമുണ്ട് എന്ന് ഈ പെൺകുട്ടി സമ്മതിച്ചു കൊടുക്കണം. 3.5 ദിവസം ക്രൂരമായി മർദ്ദനത്തിനിരയായി ഈശാൻ. ഒരു പുരുഷനെ എങ്ങനെയൊക്കെ മർദ്ദിക്കാമോ അങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷെ അവനും സമ്മതിച്ചില്ല. നിങ്ങൾ എന്ത് പറഞ്ഞോ അത് സമ്മതിക്കാം. അത് മാത്രം ഈ അവിഹിത ബന്ധം സമ്മതിച്ചു കൊടുത്തില്ല. എന്നിട്ടൊരു 4 വരി കള്ളക്കഥയുണ്ടാക്കി ഈ റിദാൻ ബാസിൽ ഇവൻ ചെയ്തിരുന്ന ബിസിനസ്സിൽ, ഷാനിന്റെ മുതലാളി ചെയ്തിരുന്ന ബിസിനസ്സിൽ ആ പങ്കാളിത്തത്തിൽ നിന്ന് ഇവനെ ഒഴിവാക്കിയാൻ റിദാൻ ഇടപെട്ടു എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ടാണ് കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ പൂർണ്ണമായി ഞാൻ വിശദീകരിച്ചു, എഴുതി കൊടുത്തു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അത് വന്നു. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4 ദിവസം മുമ്പ് ഇടവണ്ണ പോലീസ് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുകയാണ്. എന്താ പെറ്റീഷൻ? ഇത് വിചാരണ സ്റ്റേജിലാണ്. വിചാരണ നിർത്തിവെച്ച് ഞങ്ങൾക്കിത് വീണ്ടും പുനരന്വേഷണം ഇടവണ്ണ പോലീസിന് നൽകണം. കാരണം റിദാൻ ബാസിലിന്റെ ഫോണുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കോടതി അനുവദിക്കും, സ്വാഭാവികമാണ്. അപ്പൊ വീണ്ടും ഈ കേസ് തേച്ച് മാച്ച് കളഞ്ഞ അതേ പോലീസിന് തന്നെ വീണ്ടും അത് കൈമാറി. സ്ഥിതിയാണുള്ളത്. ഇത് പറഞ്ഞാൽ എന്തായി? ഇപ്പൊ PV അൻവറായി എല്ലാ കള്ളത്തിലും. ഇപ്പൊ ബക്കർ പറഞ്ഞിട്ടില്ല ഏതൊരു അൻവറിന്റെ കാര്യം. അപ്പൊ നിങ്ങൾ നോക്കണം, ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ കോഴിക്കോടിന്റെ സമൂഹം താഴെ ഇറങ്ങി വരേണ്ടതുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യമാണ്. ഇത് സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാരിന്റെയും നാടാണ്. മറന്നു പോകരുത് കോഴിക്കോട്ടുകാർ. ഇപ്പൊ മനാഫ് അർജുൻ നമ്മൾ കണ്ടില്ലേ? എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുമോ? അതാണ് മതസൗഹാർദ്ദം. ആ മതസൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ RSSുമായി ചേർന്ന്, രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു. ആരാ നേതൃത്വം? കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാവിലെ പത്രക്കാരൻ എന്നോട് ചോദിച്ചു, ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാട്, അതും
ആത്മാർത്ഥതയില്ലാത്തതായിരുന്നോ എന്നൊരു ചോദ്യം. എന്റെ ഉത്തരം ആത്മാർത്ഥപരമായിരുന്നു എന്നാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ രീതിയിൽ മാറി മറിയുന്നത് കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടക്കാണ്. അതാണ് പാർട്ടി അന്വേഷിക്കേണ്ടത്. പാർട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തണം. PV അൻവറിനെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ സപ്പോർട്ടറായി മാറി ആ PV അൻവറാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സഖാക്കളും നാടായ നാട് മുഴുവൻ, ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞു നടന്നിട്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ വിഷയം ഏറ്റെടുക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഈ പോലീസിംഗിന്റെ ഭാഗമായി കേരളം ഈ ഗവൺമെന്റിനെ വെറുക്കുന്നു, ഈ പാർട്ടിയെ വെറുക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ പോലീസിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, മനുഷ്യത്വ ഈ പാർട്ടിയോടും ഈ മുന്നണിയോടും ഉണ്ടായിരുന്ന അടുപ്പം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. രാവിലെ 7 മണിക്ക് കോഴിക്കോട് അങ്ങാടിയിലേക്ക് ഒരു ഓട്ടോറിക്ഷയുമായി ഇറങ്ങുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി രാവിലെ ഉദിക്കുന്ന വെയില് വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വരെ ആ വെയിലിന്റെ ചൂടേറ്റ് ഈ വഴിയോരങ്ങളിൽ ഒരു യാത്രക്കാരനെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. വൈകുന്നേരം വരെ ഓടിയാൽ എന്താ കിട്ടുക? 10-20 ബാക്കിയാവും. ഡീസലും ചെലവും ടാക്സും. വണ്ടി മറ്റൊരുത്തരുതാണെങ്കിൽ അവന്റെ വാടകയും കഴിഞ്ഞാൽ കിട്ടാവുന്ന ഈ 300-400 രൂപ. കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് എത്രയാ ഫൈന്? പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവുമല്ലോ. എത്രയാ ഫൈൻ? 1000, 2000, 5000. 3 കുട്ടികൾ ബൈക്കിൽ പോയാൽ 3 ആളെ പേരിലും ഫൈൻ. ഇത് ഏത് IPC, ഏത് CRPC എന്ന് ചോദിച്ചാൽ ഒരാൾക്കും അറിയില്ല. കേസൊക്കെ പോലീസ് സ്വയം നിർവചിക്കപ്പെടുന്നു. CRPCയും IPCയും ഒന്നും പരിഗണിക്കേണ്ടതില്ല. തോന്നിവാസം നടത്തുന്നു. ജനങ്ങളെതിരാകാതിരിക്കുവോ? ഇവിടെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളൊക്കെ അത്യാവശ്യം ബൈക്കുണ്ട്. 2-3 ആള് ചേർന്ന് 2000, 3000, 5000 കൂട്ടി ഒരു 10,000-15,000 സ്വരൂപിച്ച് ഫൈനാൻസിലെടുത്തൊരു ബൈക്ക് എടുത്ത് 3 പേരാണ് രാവിലെ ജോലിക്ക് പോവുക. വേറെ മാർഗമല്ല. ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്നതാണ്. രാവിലെ ബസ് കാത്തു നിന്ന് തൊഴിൽ തുടങ്ങുന്ന 8 മണിക്ക് ടൗണിലെത്താൻ കഴിയില്ല. ഈ രാവിലെ ഈ 3 പേരും വരുമ്പോൾ വഴിയിൽ പിടിച്ചു നിർത്തുന്നു. 1000, 2000, 3000 ഫൈന്. എങ്ങനെ താങ്ങും ഈ ജനത? ആർക്കെങ്കിലും അവകാശമുണ്ടോ? ചോദിക്കാൻ ചെല്ലുന്ന സഖാക്കളുടെ പൊതുപ്രവർത്തകരെ അപമാനിച്ചിറക്കി വിടുന്നു കേരളത്തിലെ പോലീസ്. ഇതാണ് എന്റെ പരാതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഈ സ്വർണം മോഷ്ടിക്കലും പൊട്ടിക്കലും ഉരുക്കലും വിൽക്കലും ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചതാ. ഈ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു IPS ഉദ്യോഗസ്ഥനെ എന്റെ കാല് പിടിച്ച് തിരുമുന്നത് നിങ്ങൾ കണ്ടതാണ്. 25 വർഷം നിങ്ങളുടെ അടിമയായി ഞാൻ ജീവിക്കാം. ഈ കേസ് നമ്മൾ രക്ഷപ്പെടുത്തി തന്നാൽ മതി. എന്താ കേസ്? ഒരു 10,000 റുപ്യന്റെ മരം കെട്ടത് ക്യാമ്പ് ഓഫീസിൽ നിന്ന്. ഞാൻ കൂടെ നിന്നോ? അത് കഴിഞ്ഞ് ഈ അന്വേഷണവുമായി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ശശിധരനെ സ്ഥലം മാറ്റി. 8ഓളം DYSPമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു. ഇവിടെ നിൽക്കുന്ന പത്രപ്രവർത്തകരെല്ലാം റിപ്പോർട്ട് ചെയ്തു. എന്താണ് റിപ്പോർട്ട്? ആഭ്യന്തര വകുപ്പിൽ PV അൻവറിന്റെ സ്വാധീനം. അല്ലേ? എനിക്കതിലങ്ങാണ്ട് ആറാടിപ്പോയാ പോരായിരുന്നു. പക്ഷെ എന്റെ തലയിൽ ഒരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്യാണ്. എന്തോ ഒരു കള്ളത്തരം എവിടെയോ. ഈ ആളുകളെ മുഴുവൻ മാറ്റിയിട്ടും
എന്റെ മനസ്സിലേക്ക് ഒരു സന്തോഷവും കടന്നു വന്നില്ല. പിന്നെ ഞാൻ നോക്കുന്നത് കേസിന്റെ അന്വേഷണം എങ്ങനെ പോകുന്നു എന്നാണ്. ആ നോട്ടത്തിൽ ഞാൻ കണ്ടെത്തുന്നു സത്യസന്ധമായിട്ട് ഒരു അന്വേഷണവും ഞാൻ രേഖാമൂലം നൽകിയിട്ടുള്ള പരാതികളിൽ നടക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. വളഞ്ഞ വഴിയിലാണ് അന്വേഷണം നടക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നതായി പിന്നീടുള്ള ചോദ്യം. അപ്പോ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ചെയ്തൊരു ഇടപാടായി ഞാനിത് കാണുകയാണ്. സുജിത് ദാസിന്റെ സസ്പെൻഷനും SP-യുടെ മാറ്റവും മറ്റുദ്യോഗസ്ഥരുടെ മാറ്റവും പുതിയ SP-യെ വെക്കണമെന്നുള്ള തിരുവനന്തപുരത്ത് നിന്ന് എനിക്കുള്ള വിളിയും. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പേരൊന്നുമില്ല, ആരെ വെച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്തോ അങ്ങനെ തോന്നിപ്പോയി. ഒരു 4 SP-മാരെ പേര് എനിക്ക് കൊടുക്കാൻ എനിക്ക് അറിവില്ലാത്തതുകൊണ്ടോ ബന്ധമില്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ നോക്കി ചെയ്യും, നല്ലതാരോ നോക്കി ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ലഹരിയിൽ അങ്ങ് പോകുമ്പോ ഈ അന്വേഷണമൊക്കെ ഒന്നിങ്ങനെ തണുപ്പിച്ച്